മേ ബി ഇതിന്റെയൊക്കെ പല പല രീതിയിലും തടിയുടെ കാര്യം, കളറിന്റെ കാര്യം, നമ്മൾ ഒതുങ്ങിയാൽ നമുക്ക് കൊള്ളാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജയസൂര്യൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ജയേട്ടൻ കുറച്ച് നന്മമരമാണ്, നന്മ വാരി വിതറുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ച് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഒരുപാട് മോട്ടിവേഷൻസ് തന്നെയുണ്ട്. ജയസൂര്യ മോട്ടിവേഷൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ പടപടലാന്ന് നിരന്നു വരും. എന്നാൽ ജയേട്ടൻ റിയൽ ലൈഫിലും അതേ മോട്ടിവേറ്റർ ആണോ? ഒന്നാമതേ ജയേട്ടന് കുറച്ച് നെഗറ്റീവ് പേരുകളും കാര്യങ്ങളും ഉണ്ട്. വെറും അസൂയ ആള് വേറെ ലെവല, നന്മ മരമാ. നാട്ടുകാർക്ക് അസൂയായത് കൊണ്ടാണ് ആളെ ഒരുപാട് പേരെടുത്തിട്ട് ഊക്കുന്നതും കളിയാക്കുന്നതും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. ജയേട്ടൻ ഇനിയും മുന്നോട്ട് നമ്മൾ കൂടെ ഉണ്ട്, കട്ടാക്കി ഒരു ലെവൽ തന്നെ അണ്ണൻ. എന്തായാലും അണ്ണൻ്റെ റീസെൻ്റ്ലി ഞാൻ കാണാനിടയുള്ള ഒരു മോട്ടിവേഷൻ നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്നെ അങ്ങ് രോമാഞ്ചം കൊണ്ട് തുള്ളിച്ചു ഞാൻ മോട്ടിവേഷൻ കേട്ടപ്പോൾ. എന്തായാലും കേൾക്കാം. ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ചിലപ്പോൾ ചിരിക്കുമ്പോൾ ഈ പല്ലിൻ്റെ ഇവിടെ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പം നമ്മൾ എന്താ കൊന്തറമ്പല്ലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കോമഡി, അവൻ്റെ ലൈഫിൽ നിന്ന് ചിരി നഷ്ടപ്പെടും. ഇത്രയും പേര് കളിയാക്കുന്നതുകൊണ്ട് എത്രയോ പേര് ചിരി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ? അവൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ചിരി. അത് അവൻ്റെ ലൈഫിൽ നിന്ന് പോയി പോകും ഈ കളിയാക്കൽ കാരണം. ഈ പറഞ്ഞത് വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു 100% ഞാൻ യോജിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ 1-2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അല്ലു അർജുൻ പണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഒരു ഷോയിൽ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുമായിരുന്നു. അന്ന് അതിന്റെ പേരിൽ ഒരുപാട് സൈബർ അറ്റാക്ക് അല്ലു അർജുന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം അല്ലു പിന്നെ ചിരിക്കുന്ന സമയത്തൊക്കെ കൈ പൊത്തിയിട്ടുള്ള ഒരു രീതിയിലൊക്കെയാണ് ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അല്ലു അർജുനെ അന്നത്തെ സൈബർ അറ്റാക്ക് ഒരുപാട് രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്താ നിനക്ക് വീട്ടിൽ തിന്നാൻ തരുന്നില്ലേടാ, നീന്തറ ഉണങ്ങി മെലിഞ്ഞൊക്കെ ഇരിക്കുന്നു, ചത്തൂത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അതെന്നെ ഒരുപാട് മാനസികമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചോദിക്കുന്നവരടുത്തും പറയുന്നവരടുത്തും കളിയാക്കുന്നവരടുത്തും മുന്നിൽ അന്നും ഞാൻ ചിരിച്ചുകൊണ്ട് മാത്രമേ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളൂ. ഇന്നും പല കളിയാക്കലുകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വോട്ട് പുല്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന്. അന്ന് നമുക്ക് ബോധമുണ്ട്, അന്ന് കൊച്ചു പിള്ളേരല്ലേ. പക്ഷെ ആ സമയത്ത് നമ്മളത് ഒരുപാട് അഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ ഫംഗ്ഷനോ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കാനുള്ള ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ആ സമയത്ത് കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഇതുപോലത്തെ നമ്മുടെ ബോഡി ഷെയ്മിങ് രീതിയിലുള്ള കളിയാക്കലും പരിഹാസങ്ങളും. അത് ജയസൂര്യേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. വളരെ കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായുള്ള ഒരു കാര്യമാണ്. ബാക്കി മേ ബി ഇതിന്റെയൊക്കെ പല പല രീതിയിലും തടിയുടെ കാര്യം, കളറിന്റെ കാര്യം, സത്യം തടിയുടെ കാര്യത്തിലായാലും കളറിന്റെ കാര്യത്തിലായാലും പൊക്കത്തിന്റെ കാര്യത്തിലായാലും ഇതിന്റെയൊക്കെ പേരിൽ ഒരുപാട് ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ഇന്നും ഒരുപാട് പേര് ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിറത്തിന്റെ, വണ്ണത്തിന്റെ, മെലിഞ്ഞതിന്റെ ഒക്കെ പേരിൽ ഒരുപാട് രീതിയിൽ ഒരുപാട് പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജയേട്ടൻ ഒരു മോട്ടിവേഷൻ രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലേ. നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ചാണ്. അത്രയ്ക്ക് മോട്ടിവേഷൻ വാരി എറിയാണ്. താൻ എന്തോ ഒരു നന്മ മരമാണ്, താൻ മറ്റുള്ളവരുടെ ഇടയിലേക്ക് വൻ ഒരു നന്മ മരമായി മാറുകയാണെന്നാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഇറങ്ങി ചിന്തിച്ച് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സ്ഫുടതയോടെ പറയുന്ന ജയേട്ടനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ കുറച്ച് കാലങ്ങൾ പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു ജയേട്ടൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഷോയിൽ, ഒരു കോമഡി ഷോയിൽ ജയേട്ടൻ എന്താണെന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. കൊക്കിലൊതുങ്ങുന്ന കൊത്താന്ന് പറയുന്നത് ഇത് വലിയ കൊക്ക, അങ്ങനെ പറയരുത്. അത് വലിയ കുഴപ്പമില്ലല്ലേ? ഇതത്ര കളിയാക്കലായിട്ടൊന്നും തോന്നണ്ട. കൊക്ക് വലിയ കൊക്കാണെന്നൊക്കെ പറഞ്ഞ് ഇല്ല. ജയേട്ടൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. ജയേട്ടൻ നന്മ വരാം. നമ്മളിപ്പോഴും ആ ഇമേജ് കളഞ്ഞിട്ടില്ല. നമ്മൾ ഒതുങ്ങിയാൽ നമുക്ക് കൊള്ളാം. എന്റെ പൊന്നെണ്ണ, ഈ നിങ്ങള് എന്താ ഇത് പറയുന്നത്? നേരത്തെ അണ്ണ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞ. നേരത്തെ വായ്ത്താളടിച്ചത് ഇങ്ങനെയൊന്നല്ലല്ലോ. നേരത്തെ വായ്ത്താളടിച്ചൊന്ന് കേൾക്കാല്ലേ? മേ ബി ഇതിന്റെയൊക്കെ പല പല രീതിയിലും തടിയുടെ കാര്യം, കളറിന്റെ കാര്യം. അണ്ണ നിങ്ങള് കൊള്ളാലോ, 2 കൊള്ളം ചവിട്ടിയിരിക്കുകയാണല്ലോ. തടിയുടെയും വണ്ണത്തിന്റെയും പൊക്കത്തിന്റെയും പേരിൽ മോട്ടിവേഷൻ നൽകിക്കൊണ്ടിരുന്ന ജയേട്ടന്റെ കുറച്ച് കാലം മുന്നേയുള്ള കളിയാക്കല എന്ന് പറഞ്ഞിട്ടുള്ള കളിയാക്കല. പ്രിയങ്കയെ കളിയാക്കുകയാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ഷോയുടെ മുന്നിൽ വെച്ച്, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയുടെ മുന്നിൽ വെച്ച് ജയേട്ടൻ പണ്ടൊന്ന് കളിയാക്കിയതാ. ചേട്ടാ കൊള്ളാമല്ല. ഇന്ന് വന്നിട്ട് വലിയ മോട്ടിവേറ്റർ അല്ലേ? കുറച്ച് മുടിയും താടിയൊക്കെ വളർത്തി കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് അണ്ണ അങ്ങ് മോട്ടിവേറ്ററായി. കൊള്ളാം. 2 വെള്ളത്തിൽ ചവിട്ടി ഇന്ന് കളിക്കുകയാണ്. തെയ്യം. സാധിക്കുള്ളൂ. കാരണം പ്രിയങ്ക എന്നുള്ളൊരു രൂപമുണ്ട്. ഇനി ഞാൻ ഒതുക്കാൻ തീരുമാനിച്ചു. 1011 എഴുതി വെച്ചേക്കുമ്പോഴാണ് ഇങ്ങനെ ഈ അറ്റത്ത് നോക്കി കഴിഞ്ഞേ. എല്ലാരും ഒന്ന് വട്ടം കൂടിയിട്ട് ചിരിച്ച്. നമ്മുടെ നാദർഷ അണ്ണനും കൂടെ കൂടിയിട്ടുണ്ട്. എല്ലാരും ചിരിക്ക്. എന്തുവാ നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ ബോഡി ഷെയ്മിങ്ങും കളിയാക്കലും പുച്ഛവും പരിഹാസവും ഒക്കെ എന്തോ വലിയ അൾട്ടിമേറ്റ് പ്രോ മാക്സ് കോമഡി ആയിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. ഇന്ന് വന്നിരുന്ന ഈ ടീമുകളെല്ലാം നന്മ മരം വെതറി വാരി എറിയുക. അന്ന് കളിയാക്കിയണ്ട പ്രിയങ്കയെ ആ നടുക്ക് നിർത്തിയിട്ട് വട്ടത്തിൽ നിന്നെല്ലാം കൂടിയിട്ട്
ഊക്കി കളിയാക്കി വിടുകയാണ്. ഈ ടീമുകൾ നാദർഷയൊക്കെ സവാഷ് കോമഡിയല്ല അടിക്കുന്നത്. പിന്നെ നമ്മുടെ നന്മമരം ജയേട്ടൻ വേറെ ലെവൽ കോമഡി. മൊത്തത്തിൽ അടപടലം ഒന്നാം തരം കോമഡികളാണ് അടിച്ച് നിരത്തുന്നത്. പുണ്യാളിന്റെ ആനനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് പ്രിയങ്ക സ്റ്റേജിൽ കയറി സൂപ്പർ ചേട്ടാ, സൂപ്പർ സൂപ്പർ. ആനയെ കൊണ്ട് ഇപ്പൊ പ്രിയങ്ക ഇപ്പൊ സ്റ്റേജിൽ കയറി തോന്നിയോ? സൂപ്പർ ചേട്ടാ, സൂപ്പർ. കലകന, നിങ്ങൾ വേറെ ലെവല്. ഇത്രയും വലിയ മോട്ടിവേറ്റർ ആയിരുന്നല്ലേ. എന്തായാലും അണ്ണൻ ആനയുമായിട്ടല്ലേ പ്രിയങ്കയെ കമ്പയർ ചെയ്തേ. അണ്ണന്റെ മോട്ടിവേഷൻ ഒന്നുകൂടി കേൾക്കാം. എനിക്ക് അതങ്ങോട്ട് തലേന്ന് പോകുന്നില്ല. മേ ബി ഇതിന്റെയൊക്കെ പല പല രീതിയിലും തടിയുടെ കാര്യം, കളറിന്റെ കാര്യം, പൊക്കത്തിന്റെയും തടിയുടെയും കളറിന്റെ ഒക്കെ പേരില് കളിയാക്കുന്നവര് കളിയാക്കരുത് എന്നുള്ള മോട്ടിവേഷനാണ് അണ്ണൻ കൊടുക്കുന്നത്. പക്ഷെ അണ്ണൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞ മോട്ടിവേഷനാണ് എനിക്ക് അങ്ങോട്ട് ദഹിക്കാത്തത്. പഴയ കാലത്തിലോട്ട് പോവാം. ഞാനൊക്കെ വിളിച്ച് പിന്നെ വെറുതെ പറഞ്ഞാൽ പിന്നെ ചൊറിഞ്ഞു വരത്തില്ലേ. സത്യം പ്രിയങ്ക ആയതുകൊണ്ടാണ് ഇങ്ങനെ വിട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ള കാര്യം പറയാം, ഇമാതിരി ഒരു അപമാനം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാം കൂടി വട്ടത്തിലൊന്ന് ചിരിക്കുകയാണ്. പിന്നെ പ്രേക്ഷകരോട് പൈസ വാങ്ങിയിട്ട് ഇരിക്കുന്നുണ്ട്, അവിടെ ഇരുന്ന് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ഏട്ടോ, നല്ല ചിരിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ബുൾഡോസർ കയറിയോല്ലോ കേട്ടോ. തവള ലോറിയുടെ അടിപ്പെട്ടവരെ തവള ലോറിയുടെ അടിയിൽ പെട്ടതുപോലെയാണ് നിങ്ങൾക്കൊക്കെ തോന്നിയതല്ലേ പ്രിയങ്കയെ കണ്ടിട്ട്? എന്റെ പൊന്ന് നന്മമരം അണ്ണ, നിങ്ങളാണ് ഇന്ന് വന്നിരുന്ന് വായ്ത്താളം അടിച്ച് നന്മമരം തുപ്പി വിതറുന്നത്. കൊള്ളാം. എന്തായാലും റിയൽ ക്യാരക്ടർ ഇതൊക്കെയാണെന്ന് നാട്ടുകാരൊന്ന് കാണട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് തട്ടിപ്പൊക്കി വിട്ടുകൊടുത്തത്. വന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്റെ തടിയെ കുറിച്ച് പറഞ്ഞ് കളിയാക്കി. എനിക്ക് യാതൊരു വിഷമമില്ല, കാരണം തടി എനിക്ക് ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ പ്രിയങ്ക. കലക്കി. തടി അവരുടെ തടിയാ, നിങ്ങൾ ആരും എടുത്തോണ്ട് നടക്കാൻ പറഞ്ഞിട്ടില്ല. ആരും എടുത്തോണ്ട് നടക്കുകയും വേണ്ട. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല, കളിയാക്കേണ്ടേയും കാര്യമില്ല. അവരുടെ തടി അവരുടെ ശരീരത്തിൽ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ ആരുടെയും മെക്കിട്ട് കൊണ്ട് വെച്ച് തന്നിട്ടില്ല. നിങ്ങളടുത്ത് ആരെടുത്ത് എടുത്തുകൊണ്ട് നടക്കാനും പറഞ്ഞിട്ടില്ല. ആരെയും നമ്മൾ കളിയാക്കേണ്ട കാര്യമില്ല. തടിയുടെ നിറത്തിൻ്റെ ഒന്നിൻ്റെയും പേരിൽ ബോഡി ഷേമിങ് അതൊരു നാറിയ ഏർപ്പാട് തന്നെയാണ്. ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവൻ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഈ ഒരു സംഭവം അറിയാം. അമ്മാതിരി നാറിയ പരിപാടി വേറെ ഒന്നും ലൈഫിൽ നമുക്ക് കേൾക്കാനില്ല. മറ്റൊരാൾ നമ്മളെ ചീത്ത വിളിച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിന് വെച്ചിട്ട് ഒരാൾ കളിയാക്കുമ്പോൾ നമ്മുടെ മാനസിക അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ഡൗണിലോട്ട് പോകും. അത്രയും നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാണ്ട് ഒരു സ്റ്റേജിൽ വന്ന് നിന്നിട്ട് വട്ടത്തിൽ നീളത്തിലിട്ട് എല്ലാം കൂടി അങ്ങ് ആവരാധിച്ച് വിടുവാണ് ആ ഭാഗത്തിന്. എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന മോട്ടിവേഷൻ നന്മ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാണ്ണാ, കൊള്ളാം. ഇല്ല, അനൂപിന് എന്റെ ഈ സ്മാർട്ട്നെസ്സും ഈ തടി ഇതൊക്കെ കണ്ടിട്ടാണ് പുള്ളി കല്യാണം കഴിച്ചത്. എനിക്ക് അനൂപ് ബ്ലൈൻഡ് ആണോ? അയ്യോ അയ്യോ നാദർഷ അണ്ണന്റെ കോമഡിയാ. ചിരിക്കാതെ എവിടെ പോയി. ഒന്നൊന്നര കോമഡിയല്ലേ നിങ്ങളൊക്കെ വട്ടത്തിൽ നീളത്തിൽ ഇരുന്ന് അടിക്കുന്നത്. വേറെ ലെവല് കോമഡികളാണ്. ഒരു രക്ഷയില്ല. അണ്ണൻ്റെയൊക്കെ ഒരു കാര്യം. ജയേട്ടൻ വാരി വതറുന്ന നന്മേഷ് കേട്ട് കഴിഞ്ഞാൽ ആരും തയ്ക്കത്തില്ല. അമ്മാതിരി മോട്ടിവേഷനാണ് നിരത്തി വിടുന്നത്. എനിക്കൊന്നും പറയാനില്ല അണ്ണ. അണ്ണൻ്റെ ഒരു മോട്ടിവേഷൻ ഒന്ന് കേട്ടു നോക്കാം. ഒരു വർഷം മുമ്പുള്ള ഞാനല്ല ഇപ്പോഴുള്ള ഞാൻ. ഇന്നലെയുള്ള ആളല്ല ഞാൻ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ കുറേ ശരികളുണ്ടാവും, അത് അന്നത്തെ എൻ്റെ ശരികളാണ്. ഇന്ന് ഞാൻ പറയുന്ന ഇന്നത്തെ എൻ്റെ ശരികൾ, നാളെ സംസാരിക്കുന്ന നാളത്തെ എൻ്റെ ശരികളായിരിക്കും. ശരികൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. അണ്ണ എന്തായാലും പറഞ്ഞ കാര്യത്തിലോട് ഞാൻ യോജിക്കുന്നു. അണ്ണ അന്ന് പറഞ്ഞല്ല ഇന്ന് പറയണം, ഇന്ന് പറഞ്ഞല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാ പറയുന്നത്. പക്ഷെ അവിടെ ഒരു തെറ്റുണ്ട്, തിരുത്തണം. അണ്ണൻ അന്ന് പറഞ്ഞ വോക്കൃത്തനം, ഇന്ന് പറഞ്ഞ വേറൊരെണ്ണം എന്നുള്ള കാര്യം കൂടി മാറ്റി എഴുതണം. അല്ലാതെ അന്ന് പറഞ്ഞ ശരികളല്ല ഇന്നത്തെ എൻ്റെ ശരികൾ, ഇന്ന് പറഞ്ഞ എൻ്റെ ശരികളല്ല നാളത്തെ ശരികളെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അണ്ണൻ അന്ന് പറഞ്ഞ പോക്കൃത്തനമല്ല ഇന്ന് പറയുന്ന പോക്കൃത്തനം, ഇന്ന് പറയുന്ന പോക്കൃത്തനമല്ല നാളെ പറയുന്ന പോക്കൃത്തനം. ഇതാണ് കറക്റ്റ്. എന്തുവാണ് നന്മേഷ് കളിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഓവർ ആവരുത്. അമിതമായാൽ നന്മേഷും വിഷമെന്നാണ് കേട്ടിട്ടുള്ളത്. ഇനി അണ്ണൻ്റെ ഒരു ഒന്നാം തരം മോട്ടിവേഷൻ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, നിനക്ക് ഭയങ്കര വിനയമാണല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഞാൻ എല്ലാവരോടും ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും. കാരണം അതെനിക്കറിയില്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കുറേ കഴിഞ്ഞിട്ട് എന്താണ് എല്ലാവരും അങ്ങനെ പറയുന്നത്. ഞാൻ വളരെ സിൻസിയറായിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കുന്നില്ല ആളുകൾ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ വിനയവും വിധേയത്വവും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ അപ്പോഴാണ് പഠിച്ചത്. കാരണം നമുക്ക് ഒരു വ്യക്തിയുടെ വിനയം മതി, വിധേയത്വം പാടില്ല. വിധേയത്വത്തിൽ ഭയമുണ്ടാകും. വിനയത്തിൽ ഈ പറഞ്ഞതുപോലെ സ്നേഹവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടാകുന്നതാണ്. എന്നാ മോട്ടിവേഷൻ. എന്താ ഗൂസ് ബമ്പ് എണീറ്റിരിക്കുകയാണ്. അമ്മാതിരി മോട്ടിവേഷൻ. അണ്ണൻ്റെ പൂർവ്വകാല ചരിത്രമൊക്കെ കേട്ടില്ലേ? അണ്ണ ഇമ്മാതിരി ബോഡി ഷെയ്മിങ് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചിട്ടും വിനയത്തിനെ കുറിച്ചിട്ടും വളരെ പോസിറ്റീവായിട്ട് നന്മ വാരി എതറുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ബീജം ഇട്ട് ഇറക്കുന്നു. സൂപ്പർ. സബാഷ് കലക്കൻ. അണ്ണൻ്റെ വേറൊരു വീഡിയോ ആണ്. വേറൊരാളുടെ ഫീലിങ്സിന് നമ്മൾ റെസ്പെക്ട് കൊടുത്തിട്ടില്ല, തമാശയ്ക്കാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. 5 പേരിരിക്കുമ്പോൾ ഒരുത്തനെ കളിയാക്കും, അവൻ്റെ ഫീലിങ്സിന് ഞാൻ റെസ്പെക്ട് ചെയ്യില്ല. അതാ നിങ്ങൾ റെസ്പെക്ട് ചെയ്യത്തില്ല. ഉള്ള കാര്യം സംബന്ധിച്ച അവസാനം പ്രിയങ്കയെ നടുക്ക് നിർത്തിക്കൊണ്ട് നിങ്ങൾ 3-4 പേരും കൂടി അങ്ങ് ഊക്കി വിടുവാണ്. അവരുടെ ഫീലിങ്സിനെ നിങ്ങൾ ആരും തന്നെ റെസ്പെക്ട് ചെയ്തിട്ടില്ല അന്നത്തെ ആ വീഡിയോയിൽ. കണ്ട
കണ്ടല്ലോ. അതുകൊണ്ട് അണ്ണൻ കൂടുതൽ നന്മമാരമാകാൻ നിൽക്കരുത്. അങ്ങ് നന്മ വാരി വിതർന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് വെറും പുച്ഛമാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടതിനെ തുടർന്ന് സത്യം നിങ്ങളൊരു നന്മേഷ് വാരി എറിയുന്നത് കാണുമ്പോൾ തന്നെ അയ്യേ എന്നാണ് തോന്നുന്നത്. മറ്റൊരാളുടെ ഫീലിങ്സിന് നമ്മൾ വില കൊടുക്കണമെന്ന് പറയുന്ന ഇതേ വ്യക്തി തന്നെ അന്ന് ആ സമയത്ത് പ്രിയങ്കയുടെ ഫീലിങ്സിന് വില കൊടുത്തിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഈ മോട്ടിവേഷന് നന്മ മരമൊക്കെ ആർക്കും വാരി വിതറാൻ പറ്റും, എനിക്കും പറ്റും. ചുമ്മാ ഇരുന്നു കൊണ്ട് വാരി തുപ്പ, അതിനൊന്നും അർത്ഥമില്ലാണ്. നമ്മളത് നമ്മുടെ ജീവിതത്തിലും രീതിയിലും പ്രാബല്യത്തിലും പ്രവൃത്തിയിലും അത് ഉണ്ടാവണം. അല്ലാണ്ട് വാരി വിതറാൻ ഏത് പൊട്ടനും പറ്റും മോട്ടിവേഷൻ വാരി അറിയാം. അതുകൊണ്ട് ചുമ്മാ ഇരുന്ന് വായ്ത്താൾ അടിക്കാതിരിക്കുക. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.